ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എല്ലാവർക്കും സുഖാണെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മള് ഇന്നിപ്പം പുറത്തോട്ടേക്ക് ഇറങ്ങിയിട്ടുള്ള വൈകുന്നേരം അത്യാവശ്യം മഴയെല്ലാം മഴ കുറഞ്ഞിട്ടുണ്ട് ഇപ്പം പെയ്തിട്ട്. കുട്ടികളെ രണ്ടുപേരും കാക്കാന്റെ അടുത്ത് ആക്കി കൊടുത്തിട്ട് നമ്മളൊന്ന് ഒരു ചെറിയൊരു പർച്ചേസിന് ഇറങ്ങിയേക്കാണല്ലേ. ചെറിയൊരു പർച്ചേസ്, എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു പർച്ചേസ്. എല്ലാവർക്കും എന്നല്ല, നമുക്ക് പറ്റുന്നവർക്കില്ല അല്ലേ. നമ്മള് 5 പേർക്ക് 5 കുട്ടികൾക്ക് സ്കൂളിലേക്കുള്ള ബാഗും കുറച്ച് ബുക്സും കൊടുക്കാമെന്ന് അങ്ങനെ ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ താല്പര്യമുള്ളവരോടൊന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്ക് നമ്മൾ 5 പേർക്കായിരുന്നു പറഞ്ഞത്. പക്ഷെ എനിക്ക് ഒരുപാട് മെസ്സേജ് വന്ന്, എനിക്ക് മെസ്സേജ് കണ്ടപ്പോൾ ഉണ്ടല്ലോ സങ്കടമാകുക. കൺഫ്യൂഷൻ ആയിപ്പോയി. ഒരുപാട് ആൾക്കാര് അവർക്ക് വേണമെന്ന് പറഞ്ഞിട്ടു, പിന്നെ ഇന്ന ആൾക്കാരുണ്ട്, ഇന്ന ആൾക്കാർക്ക് വേണമെന്ന് പറഞ്ഞിട്ട്, മനസ്സാട്ടാ ഇന്ന ആൾക്കാരുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് പറ്റുന്നതേ നമുക്കിപ്പം ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളൊന്ന് പോയി നോക്കട്ടെ, നമുക്ക് പറ്റുന്ന നമ്മളെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് നമുക്ക് കുറഞ്ഞു കിട്ടുവാണെങ്കിൽ 5 എന്നുള്ളത് ചിലപ്പോൾ നമ്മൾ കൂട്ടിന്ന് വരും. അതുപോലെ വേറൊരു കാര്യം കൂടി കേട്ടോ, കാരണം വെച്ചാൽ നമുക്ക് ഇപ്പം നമ്മൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിപ്പോ നമ്മള് സ്വന്തം ഇതാക്കിയിട്ടാണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. ആർക്കെങ്കിലും അങ്ങനെ കൊടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നമ്മൾ കമന്റ് ബോക്സിൽ അറിയിച്ചിട്ടുണ്ടെങ്കിൽ. ഒരാൾ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന്, ഒരു 3 പെൺകുട്ടികള് അങ്ങനെ ഒരു മെസ്സേജ് വന്നപ്പോ അതിന്റെ അടിയിൽ ഒരാൾ വന്നിട്ട് ഇന്ന് കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അവര് കോണ്ടാക്ട് ചെയ്തിട്ട് നമ്പർ തരുവാണെങ്കിൽ എനിക്കൊന്ന് തരുമോന്ന് ചോദിച്ചിട്ട്. അപ്പൊ ആൾക്ക് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവര് നോക്കട്ടെ എന്താ മെസ്സേജ് എന്താ പറയുന്നത്. ഇന്ന് ഇപ്പൊ കുറച്ചു നേരം മുമ്പേ ഉണ്ടായിരുന്നു, നോക്കാൻ. അങ്ങനെ ആണെങ്കിൽ നമ്മള് QR കോഡ് നമ്മൾ ഷെയർ ചെയ്ത് തരാം. അവർക്ക് ഡയറക്റ്റ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ അങ്ങനെയാണ്, നമ്മൾ അവരെ കോണ്ടാക്ട് നമ്പർ തരാം. അല്ല, നിങ്ങൾക്ക് നിങ്ങളെ ഡീറ്റെയിൽസ് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ QR കോഡ് കുറച്ചും കൂടി ബെറ്റർ അവര് ഡയറക്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ അവർക്ക് അങ്ങനെ ഒരു വിഷയം ഉണ്ടെങ്കിലാണ് ഞാൻ പറഞ്ഞത്, അവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പം നമുക്കൊന്ന് പോയി അവിടുത്തെ വിശേഷങ്ങളൊക്കെ കണ്ട് നമ്മൾ വാങ്ങുവാണെങ്കിൽ വാങ്ങുമ്പോൾ ഉള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് വരാം. അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് കാണാം അല്ലേ. ഇപ്പൊ നമ്മുടെ കാക്കങ്ങാടോട്ടേക്ക് എത്താറായി. മഴ പെയ്തിട്ട് നല്ല രസമുണ്ടല്ലേ പുറത്തോട്ടേക്ക് കാണാന്. ചെറിയ മഴയൊക്കെ ആയിട്ട് ഇപ്പൊ ഒരു മഴ പെയ്ത് തുറന്നിട്ടേ ഉള്ളു. നല്ല തണുപ്പുണ്ട്. ഞാന് എഴുതിയെടുത്ത എനിക്ക് മറന്നു പോന്നേന്, അങ്ങനെ എടുക്കാ വിചാരിച്ചു. ഓരോന്നായിട്ട് ചെറുത് കാണിക്കറാ, തീരെ ചെറുതല്ലേ. ഇനി ഞാൻ മറ്റേ യൂണിക്കോൺ വരുന്ന കാണിച്ച്. ആ യൂണിക്കോൺ വരുന്ന കാണിച്ച്. ഓരോന്നോരോന്നായിട്ട് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതില്ലേ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് അറിയാത്തോണ്ട് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. എല്ലാവരും മെസ്സേജ് അയക്കുമ്പോൾ കുട്ടിയുണ്ട്, ഇത്രാം ക്ലാസ്സിലാണെന്ന് പറയുന്നതല്ലാതെ. ആരും ഞാൻ ബാഗ് പർച്ചേസിന് പോയതാണെങ്കിലും ഇവിടെയുള്ള ചെരുപ്പ് കാണുമ്പോൾ എൻ്റെ കോൺസെൻട്രേഷൻ ഒന്നും മാറുന്നു. എൻ്റെ കുട്ടികളുടെ ചെരുപ്പ്, നമുക്ക് പറ്റിയ ചെരുപ്പാണെങ്കിലും നല്ല അടിപൊളി കളക്ഷൻസ് അവിടെയുണ്ട്. ഞാൻ സ്ഥിരമായിട്ട് ചെരുപ്പ് വാങ്ങുന്നത് ഇവിടുന്ന് കേട്ടോ. നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത്. ബാഗ് ഇങ്ങനെ ഒന്ന് തെരഞ്ഞോണ്ടിരിക്കാം. നമ്മൾ ഓരോ ക്ലാസ്സിലല്ലേ പറയുന്നത്. അത് നല്ലതല്ല മാത്രം. ഇപ്പൊ നമ്മള് ഗീവവേ കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ബാഗ് പർച്ചേസ് ആയിട്ട് വന്നിട്ടത്. നമ്മൾ 5 പേർക്കാണല്ലോ വിചാരിച്ച്. 5 പേർക്ക് ഉദ്ദേശിച്ചത്. പക്ഷെ ആവശ്യക്കാര് കൂടുതലുണ്ടെന്ന് മെസ്സേജിലൂടെ മനസ്സിലായി. അപ്പൊ നമ്മളത് ബുക്സ് ഒഴിവാക്കിയിട്ട് ഒരു 9 പേർക്കുള്ള ബാഗ് എടുത്തിട്ടുണ്ട്. ഇതറിഞ്ഞ സമയത്ത്, ഇതിനു വേണ്ടി ആ ചെയ്യുന്നത് അറിഞ്ഞ സമയത്ത് നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ഡിസ്കൗണ്ട് ചെയ്ത് തന്നിട്ടുണ്ട്. നല്ല കാര്യം. അപ്പൊ ഈ കിട്ടുന്ന ഈ കടകളിലേക്ക് ഉണ്ടാവട്ടെ. അപ്പൊ ഡെലിക്കാക്കിനെ കുറിച്ച് എന്താ പറയാനുണ്ടോ, ഈ ഗീവവേനെ കുറിച്ചിട്ടും? യത്തീം കുട്ടികൾക്ക് കിട്ടുന്നത് ഒരു വലിയൊരു കാര്യം തന്നെയാണല്ലോ. അത് ഇതുപോലത്തെ എന്താ പറയാ, ഗീവവേ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. കാരണം പാവപ്പെട്ടവർക്ക് അവർക്കും കൂടി എത്തട്ടെ എന്നുള്ള. ഇൻഷാ അല്ലാഹ് ഇനി ഇതേപോലെ നമുക്ക് ഡിസ്കൗണ്ട് തരാനും നമുക്ക് ഇതുപോലെ ചെയ്യാനും ഇല്ലേ, എല്ലാം ഉണ്ടാവട്ടെ.
ഇപ്പോൾ നിങ്ങൾ കേട്ടതുപോലെ നമ്മൾ ഗീവയുടെ കാര്യം പറഞ്ഞിട്ട് ഈ സ്റ്റെപ്സിൽ എൻ്റെ ഉപ്പാൻ്റെ പെങ്ങളെ മകനാണ് അവിടെ ഇരിക്കുന്നത്. അതാണ് ഞാൻ ബെല്ലിക്കാന്ന് വിളിക്കുന്നത്. അപ്പോൾ ബെല്ലിക്കാൻ്റെ അടുത്ത് പോയ സമയത്ത് മൂപ്പര് ഞാനിങ്ങനെ പറഞ്ഞു നമ്മളിങ്ങനെ ഗീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, അപ്പം നമ്മളെ കോൺടാക്ട് ചെയ്തതിൽ കൂടുതലും എത്തിയും കുട്ടികൾക്ക് വേണ്ടിയാണ്, അപ്പോൾ അതിനു വേണ്ടിയാണ് പർച്ചേസിന് വന്നത് എന്ന് പറഞ്ഞപ്പോൾ ആള് നമ്മളെപ്പോലും ഞെട്ടിച്ചുകൊണ്ട് നല്ലൊരു ഡിസ്കൗണ്ട് തന്നെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. പഠിച്ചവന് അതിനുള്ള ബർക്കത്തും നിങ്ങളുടെ എല്ലാവരുടെയും ദുആയും അവർക്ക് ഉണ്ടാവട്ടെ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇത് പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ. ഇവിടെ നല്ല കളക്ഷൻസ് കാര്യങ്ങൾ കണ്ടോ, നമുക്ക് വേണ്ട ഫാൻസി ഐറ്റംസ് ആണെങ്കിലും അതുപോലെ തന്നെ നല്ല അടിപൊളി ബ്രാൻഡ് ബാഗുകളാണെങ്കിലും എല്ലാം ഇവിടെയുണ്ട്. ഞാൻ സ്ഥിരം പർച്ചേസ് ചെയ്യുന്ന ഒരു സ്ഥലം കേട്ടോ ഇത്. ഒന്ന് എൻ്റെ ഇക്കാക്കാൻ്റെ അടുത്ത് പോയി പർച്ചേസ് ചെയ്യാന്നുള്ളത്, രണ്ട് നമുക്ക് അത്യാവശ്യം മോശമില്ലാത്ത രീതിക്ക് നല്ലൊരു ഡിസ്കൗണ്ടും കൂടെ ഇവിടുന്ന് ലഭിക്കും. പിന്നെ എൻ്റെ ഒരു മോശം സിറ്റുവേഷനിലൊക്കെ എനിക്ക് ഒരുപാട് ഹെൽപ്പൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എന്ന് മൂപ്പരുടെ അടുത്തോട്ടേക്ക് പോയിട്ട് പർച്ചേസ് ചെയ്യാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ പർച്ചേസൊക്കെ കഴിഞ്ഞിട്ട് ഇതേ നമ്മൾ ബാഗൊക്കെ എടുത്തിട്ട് എൻ്റെ മുഖത്തെ സന്തോഷം കണ്ടോ. നമ്മൾ 5 പേർക്ക് പ്രതീക്ഷിച്ചിട്ട് 10 പേർക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റി. അൽഹംദുലില്ലാ. പർച്ചേസ് കഴിഞ്ഞ് ഇനി നമുക്ക് അത് പാക്ക് ചെയ്തിട്ട് പാക്കിംഗ് ഓരോ സ്ഥലത്തുള്ള ആൾക്കാരല്ലേ, അപ്പൊ അത് പാക്ക് ചെയ്തിട്ട് അയക്കാൻ പറ്റിയൊരു കവറ് തപ്പി നടക്കാണ്, കിട്ടുന്നില്ല. ബാഗ് ആയതുകൊണ്ട് വലിയ അത്യാവശ്യം വലിയ സൈസ് തന്നെ വേണം. ഇതെല്ലാം എടുക്കുന്നുണ്ടാണ് ചെറിയ സൈസ് 12 ആ ഒരു സൈസ് 12 ഇഞ്ചുള്ള സൈസിലുള്ള സാധനങ്ങളൊക്കെയാണ്. അപ്പൊ അതെവിടെയും കിട്ടുമോ നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. കിട്ടാതിരിക്കില്ല. ഇതാണ് നമ്മൾ ഇരുട്ടി ടൗൺ, എന്തോ ഒഞ്ചാലെ കാണാൻ. അപ്പോൾ നമ്മൾ പർച്ചേസൊക്കെ കഴിഞ്ഞ് തിരികെ വീട്ടിലെത്തി. പിറ്റേന്നാണ് നമ്മൾ പിന്നെ ആളുകളുടെ പേരൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് പ്രിൻ്റ് എടുക്കുകയാണ്. അതിനകത്തോട്ടേക്ക് കൊറിയർ ചെയ്യുന്ന സമയത്ത് അതിനകത്തൊക്കെ വെക്കണമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ പ്രിൻറ്റും അവിടെ തന്നെ റെമിസ്ക്കാണ് പ്രിൻ്റ് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നത്. പ്രിൻറ്റും കൂടി എടുത്ത് നമ്മൾ അതിനകത്തോട്ടേക്ക് പാക്കിങ്ങും കാര്യങ്ങളിലോട്ടേക്കും കിടക്കാൻ വേണ്ടി പോവാണ്. പക്ഷെ നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, ഇന്നലെ രാത്രിക്കത്തെ വീഡിയോനകത്ത് പറഞ്ഞില്ലേ നമ്മൾ കവർ തപ്പി നടക്കുകയെന്ന്. പക്ഷെ നമുക്ക് കിട്ടിയില്ല കേട്ടോ. അന്ന് നമ്മൾ പിന്നെ ഒരു സാധാരണ കവറുണ്ടല്ലോ, അങ്ങനത്തെ ടൈപ്പ് ഒരു കവറാണ് ഒരു സ്ഥലത്ത് നിന്ന് കിട്ടിയത്. അവർ കൊറിയർ ചെയ്യാൻ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ തൽക്കാലം അത് വാങ്ങി. പക്ഷെ എനിക്കൊരു ഗീവ് അവേ ഒക്കെ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു കവറിലിട്ട് കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഒരുപാട് കൊറിയർ ഓഫീസിലും കാര്യങ്ങളിലും ഇറങ്ങി നടന്നു ഇങ്ങനൊരു കവറിന് വേണ്ടിയിട്ട്. പക്ഷേ എവിടുന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പിറ്റേ ദിവസം നമ്മൾ വീണ്ടും ഒന്ന് ഇരുട്ടിലോട്ടേക്ക് പോയി. കാരണം നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ 9 ബാഗായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം അതിനകത്ത് ഒരാളും കൂടി ആവശ്യക്കാരായിട്ട് നമ്മൾ ഒരു നല്ല രീതിക്കുള്ളൊരു റിക്വസ്റ്റ് കേട്ടപ്പോൾ നമുക്കെന്തോ അതും കൂടെ ചെയ്യാമെന്ന് തോന്നി. ഒരുപാട് ക്യാഷ് ഉണ്ടായതുകൊണ്ടൊന്നും അല്ല കേട്ടോ. നമുക്ക് എനിക്ക് എന്താണെന്നറിയില്ല, എന്നോട് ഇങ്ങനെ സങ്കടം പറയുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ഭയങ്കരമായിട്ട് വിഷമാവും. കാരണം എനിക്കറിയാം നമ്മൾ അതുപോലെയുള്ള ബുദ്ധിമുട്ടുകളിലൊക്കെ കടന്നു പോയിട്ടുള്ള ആൾക്കാരാണ്. അതുപോലെ തന്നെയാണ് റെമിസ്കയായാലും. അത് പറഞ്ഞപ്പോൾ ആ ഒരു മെസ്സേജ് കേട്ടപ്പോൾ എന്നാൽ നമുക്ക് എന്തായാലും ഇത്രയും ചെയ്തില്ലേ, നമുക്ക് അതും കൂടെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ഒരു ബാഗും കൂടെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോയി. ഹസ്ബൻഡിൻ്റെ ബാഗും നമുക്കൊന്ന് ചേഞ്ച് ആക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതും കൂടെ ആ കൂട്ടത്തിൽ ചെയ്തു. ബാഗൊക്കെ മാറ്റി വന്നിട്ട് നമ്മൾ പ്രിൻറ്റും ചെയ്തതിന് ശേഷം ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പാക്കിംഗ് ആണ്. അപ്പോൾ ആലി ഉച്ചവരെയാണ് സ്കൂളുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് വന്ന് നമ്മൾ വരുമ്പോൾ അവളെയും കൊണ്ടാണ് വന്നത്. അപ്പം നമ്മൾ 3 പേരും കൂടെ ഇതൊക്കെ കൂടി ഒന്ന് എടുത്ത് വെക്കുകയാണ്, പാക്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ നമ്മൾ ഗീവ് അവേൻ്റെ ഒരു വീഡിയോ ഇട്ട സമയത്ത് നെഗറ്റീവ് പറയാൻ ആൾക്കാരുണ്ടാകും. പക്ഷെ എന്നാലും നമ്മളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ നെഗറ്റീവ് പറയുന്ന ചില ആൾക്കാരുണ്ട്. അതിനകത്തൊരു ഫേക്ക് ഐ ഡി ആണ്, ഒരു തെബ്ജി എന്നങ്ങനെ പറഞ്ഞ ഒരു ഐഡിയനകത്ത് നമ്മൾ ചാനൽ റീച്ച് കൂട്ടാനും അതിന് വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷം ഇപ്പം ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് കുറച്ച് മുമ്പ് വരെ ആളുമായിട്ട് നമുക്ക് കുറച്ചധികം സംസാരിക്കേണ്ടി വന്നു. കാരണം നമ്മൾ അത്രയും മോശമായിട്ടൊക്കെ തരന്തായിട്ട് സംസാരിക്കുന്ന സമയത്ത് പ്രതികരിക്കാണ്ട് നോക്കി നിൽക്കുന്ന ഒരാളല്ല ഞാൻ. അത്യാവശ്യം അങ്ങനെ പ്രതികരിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇത്രയും ബോൾഡായിട്ട് മാറിയിട്ടുള്ളത്. കാരണം നമ്മൾ പ്രതികരിക്കേണ്ടടുത്ത് എന്തായാലും പ്രതികരിക്കണം. നമ്മൾ മോശമായിട്ട് പറയുന്ന സമയത്ത് കേട്ട് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ തന്നെ നമ്മളെ ചാനലിനകത്ത് ഒരുപാട് ഫേക്ക് ഐ ഡീസ് വന്നിട്ട് മെസ്സേജ് അയക്കാറുണ്ട്. നമ്മുടെ കല്യാണത്തിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും വീണ്ടും നിങ്ങളുടെ കല്യാണം എപ്പോഴാണ് കഴിഞ്ഞത്, എങ്ങനെയാണ്, അതാണ് ഇതാണെന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് അയക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒന്നും റിയൽ ഐ ഡീൻ്റെ അകത്തുനിന്ന് വന്നിട്ട് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ഞാൻ ഹൈഡ് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയും കമൻറ്റ് പറയാറുണ്ട്. ഞാൻ ആൾക്കാരെ നമ്മളെ കുറിച്ച് അറിയുന്നവർ സംസാരിക്കുന്ന സമയത്ത് ഞാൻ അവരെ മെസ്സേജ് ഡിലീറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ മെസ്സേജ് ഡിലീറ്റ് ചെയ്യുന്നതല്ല. എനിക്ക് ഫേക്കായിട്ട് വരുന്ന ഐ ഡീസിനെ ഞാൻ ബ്ലോക്ക് ചെയ്തിടുന്നതാണ്, ബ്ലോക്കല്ല ഹൈഡ് ചെയ്തിടുന്നതാണ്.
അപ്പോൾ ഈ നമ്മളെ ഇഷ്ടമില്ലാത്ത ആൾക്കാരായിരിക്കുമല്ലോ നമ്മളെക്കുറിച്ച് നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചാനൽ റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെ, നമ്മൾ ചാനൽ റീച്ച് കൂട്ടാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെങ്കിലും നമ്മൾ ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണല്ലോ ചെയ്യുന്നത്, അല്ലാണ്ട് ആരെയും ഉപദ്രവിക്കാനല്ലല്ലോ നമ്മൾ ഇതിനകത്ത് കൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലും മാനസികമായിട്ട് ഞങ്ങളെ തളർത്താതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ സോഷ്യൽ മീഡിയ ആണ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കേൾക്കേണ്ടി വരും എന്നറിയാം. അപ്പോൾ നമ്മളെ പ്രതികരണം ഇങ്ങനെ ആയിരിക്കും. പിന്നെ വേദനിപ്പിക്കുക എന്നതാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ അതിൻ്റെ എക്സ്ട്രീം കടന്നു വന്നവരാണ് ഞങ്ങൾ. ഇനി ഒന്നുകൊണ്ടും ഞങ്ങളെ വേദനിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. പിന്നെ സ്നേഹിക്കുന്നവരോട് ഒരുപാട് നന്ദിയുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. ലൈവിലൊക്കെ നിങ്ങളുടെ സ്നേഹം കണ്ട് ശരിക്കും നമ്മൾ അത്ഭുതപ്പെട്ടു പോയതാണ്. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. നമുക്ക് ഒരു 3 പെൺകുട്ടികളാന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിയിൽ വന്നിട്ട് രണ്ട് പേര് അവർ കോണ്ടാക്ട് ചെയ്യുകയാണ്, നിങ്ങൾ നമ്പർ തരണം എന്ന് പറഞ്ഞത് കാരണം ഞാൻ അവരെ നമ്മളെ ഗീവ് അവേൻ്റെ അകത്തുനിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. കാരണം അവർക്ക് അങ്ങനെ ഒരു ഹെൽപ്പ് കിട്ടുമല്ലോ, അപ്പോൾ ഇല്ലാത്തവർക്ക് കൊടുക്കാമെന്ന് കരുതിയിട്ട് അവരെ മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ ആ പറഞ്ഞ 2 പേര് പിന്നെ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ആ കുട്ടീനെ മാറ്റി നിർത്തുകയും കൂടെ ചെയ്തു. എനിക്കിപ്പോൾ ആകെ സങ്കടമായി. അപ്പോൾ നിങ്ങളത് ചെയ്യുന്നില്ലെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കണം കേട്ടോ. കാരണം നമുക്ക് പറ്റുന്ന പോലെ ആ കുട്ടീനെയും കൂടി ഉൾപ്പെടുത്താം. കാരണം വെച്ചാൽ ഒരു പ്രതീക്ഷ, ഞാൻ അവളുടെ അടുത്ത് അവളുടെ ഡീറ്റെയിൽസൊക്കെ വാങ്ങിയ സമയത്തായിരുന്നു എനിക്ക് ഇങ്ങനെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ കുട്ടിയും പ്രതീക്ഷിച്ച് കാണില്ലേ. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കണം. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ നോക്കിയിട്ട് ചെയ്തോളാം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പം നമ്മുടെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിന്ന് കൊറിയർ ചെയ്യണം. അപ്പോൾ നമ്മൾ പോവുകയാണ് കൊറിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇൻഷാ അല്ലാഹ് ഇതുപോലുള്ള ഒരുപാട് ഗീവ് അവേ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിൽ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം അല്ലേ. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥനയിൽ എന്തായാലും നമ്മൾ ഉൾപ്പെടുത്തിയാലും പ്രാർത്ഥനയിൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള ഗീവ് അവേസും എല്ലാം നമുക്ക് ചാരിറ്റി പ്രവർത്തനങ്ങൾ എന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇൻഷാ അല്ലാഹ്. അപ്പം നമ്മളെന്നാ ഇതും കൊണ്ട് ഇറങ്ങട്ടെ. വീണ്ടും കാണും. അതുവരെ ബൈ. അപ്പോൾ ഇതേ ഞങ്ങളുടെ ആഗ്രഹം ഇവിടെ നടക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ ഈ അയക്കുന്ന ആൾക്കാരെല്ലാം നമ്മളൊന്നും കൂടെ വിളിച്ച് അഡ്രസ്സൊക്കെ കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് കിട്ടുവാണെങ്കിൽ ഞങ്ങളെ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചിട്ടൊന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ പുതിയ വിശേഷങ്ങളുമായി ഉടനെ വരാം. അതുവരേക്കും ബൈ.